നമസ്കാരം കൂട്ടുകാരെ, ഞാൻ പീറ്റർ ചോൾ. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ കോവൽ കൃഷിയും കോവയ്ക്കയുടെ വിലയും മറ്റും അനുബന്ധ കൃഷി രീതികളും അതിൻ്റെ വിളവെടുപ്പുമാണ് ഈ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത്. നമ്മുടെ അടുക്കളത്തോട്ടത്തിലെ ഒരു പ്രധാന വസ്തുവായ കോവൽ, ഭക്ഷ്യയോഗ്യമായ കോവയ്ക്ക ഉണ്ടാകുന്ന ഒരു വള്ളിച്ചെടിയാണ് കോവൽ. സസ്യച്ചെടിയായ കോവലിൽ ഉണ്ടാകുന്ന കോവയ്ക്ക അതിൽ ധാരാളം വിറ്റാമിൻസും പ്രോട്ടീൻസും ഉണ്ട്. 12/9/2025 ഏറം കാർഷിക വിപണിയിൽ കോവയ്ക്കയുടെ 1 കിലോ വില എന്ന് പറഞ്ഞാൽ 50 രൂപയാണ്. കടയിൽ നിന്ന് മേടിക്കുമ്പോൾ 60 മുതൽ 70 രൂപ വെച്ച് കൊടുക്കേണ്ടി വരും നാടൻ കോവയ്ക്ക്. ഇപ്പോൾ കനത്ത മഴയൊക്കെ ചെയ്തപ്പോൾ മണ്ണിന് ഈർപ്പം കൂടുതലിനാൽ ഇലയൊക്കെ കരിഞ്ഞു പോയി. വീണ്ടും സൂര്യപ്രകാശമൊക്കെ ഏറ്റതിനാൽ വീണ്ടും അത് തിളർത്ത് വരാൻ തുടങ്ങി. അന്നേരം ഇച്ചിരി വളമൊക്കെ ഇട്ട് കൊടുത്താൽ വീണ്ടും രീതിയിൽ പുഷ്പിച്ച് നല്ല രീതിയിൽ നമുക്ക് കോവയ്ക്ക അതിൽ നിന്ന് പറിക്കാം. വീണ്ടും കാലാവസ്ഥയിൽ നമുക്ക് ഇത് വെച്ച് പിടിപ്പിച്ച് മൂത്ത കമ്പ് നോക്കിയാണ് നടേണ്ടത്. ഇങ്ങനെ മൂത്ത കമ്പ് വെട്ടി 2 അടി കുഴിയിൽ 2 അടി വീതിയിലും മണ്ണ് നല്ലപോലെ കുഴിച്ച് ഇളക്കിയതിനിട്ട് ശേഷം കാരിവെള്ളം അടിസ്ഥാനമായിട്ട് ഇട്ട് കൊടുത്തതിന് ശേഷമാണ് ഈ കമ്പ് നട്ടത്. അങ്ങനെ കമ്പ് നട്ടതാണ് ഇത്. ഇപ്പോൾ കനത്ത മഴയിലൊക്കെ ഉണങ്ങി നിൽക്കുകയാണ്. വീണ്ടും അത് ആക്റ്റീവ് ആക്കാൻ വേണ്ടി അടുക്കളയിലുള്ള ജൈവ മാലിന്യങ്ങൾ, അതായത് ഉള്ളിത്തോലായാലും വെളുത്തുള്ളിത്തോലായാലും മറ്റും പച്ചക്കറി അരിയുന്ന വേസ്റ്റുകളായാലും പുളിപ്പിച്ച കഞ്ഞവെള്ളം മറ്റ് എല്ലാം കൂടെ ഇതിൻ്റെ ചവിട്ടി കൂടി ഒഴിച്ചാൽ, ഒപ്പം ചാമ്പലൂടെ വാരിയിട്ട് നല്ല രീതിയിൽ കായ്ച്ച് നമുക്ക് നല്ല ഫലങ്ങൾ എടുക്കാൻ സാധിക്കും. വളങ്ങൾ ചേരുന്നതിന് മുമ്പ് മണ്ണൊന്ന് ചിക്കിയതിന് ശേഷം കുമ്മായിട്ട് ട്രീറ്റ് ചെയ്യുന്നത് ഏറ്റവും നല്ലതാണ്. കോവയ്ക്ക് ആവശ്യമായ കാൽസ്യം മറ്റും പുളിപ്പുരസം മാറ്റി കിട്ടാനും ഏറ്റവും നല്ലതാണ് ഈ കുമ്മായം. അതിനുശേഷം 15 ദിവസത്തിന് ശേഷം മാത്രമേ ഇങ്ങനെയുള്ള വളങ്ങൾ കൊടുക്കാവൂ. പിന്നെ പുളിപ്പിച്ച കഞ്ഞവെള്ളത്തിൽ ചാമ്പലിട്ട് ഇളക്കിയും മറ്റും അടുക്കള വേസ്റ്റും ഒഴിച്ചതിന് ശേഷം ചുറ്റുപാടുമുള്ള കളകളെല്ലാം പറിച്ച് ഇതിൻ്റെ ചുവട്ടിലോട്ടിട്ട് മണ്ണടുപ്പിച്ചിട്ടാൽ നല്ല രീതിയിൽ നമുക്കിത് കോവയ്ക്ക പറിക്കാം. സൂര്യപ്രകാശം കിട്ടുമ്പോൾ വീണ്ടും നല്ലതുപോലെ കായ്ക്കാൻ തുടങ്ങും. അന്നേരം നല്ല രീതിയിൽ നമുക്ക് കോവയ്ക്ക പറിച്ചെടുത്ത് തോരൻ വെക്കാനായിട്ടോ അവിയലിനകത്തോ മറ്റും മെഴുക്ക് പുരട്ടിയോ നല്ല രീതിയിൽ നമുക്ക് അടുക്കളത്തോട്ടത്തിൽ ഒരു പ്രധാന വസ്തുവായത് അടുക്കളയിലേക്ക് നമുക്ക് ഉപയോഗിക്കാം. നല്ല മഴയ്ക്ക് മുമ്പ് ഏകദേശം 1 കിലോ വരെ നമ്മൾ ആഴ്ച തോറും ഈ ഒറ്റമൂട് കോവയ്ക്ക് നിന്ന് പറിക്കാറുണ്ട്. നമുക്ക് ആവശ്യത്തിൽ കഴിഞ്ഞ കോവയ്ക്ക് ഉണ്ടെങ്കിൽ നമ്മൾ കടകളിൽ കൊണ്ടു കൊടുത്താൽ നമുക്ക് 50 രൂപ 60 രൂപ വെച്ച് കിട്ടും. അങ്ങനെ ആ പൈസ കൊടുത്ത് നമുക്ക് മറ്റ് ജൈവവളങ്ങളൊക്കെ മേടിക്കാം. വേപ്പിൻ പിണ്ണാക്കോ മേടിച്ചൊക്കെ ഇട്ടാൽ വിരയുടെ ശല്യവും മറ്റും കീടനാശിനിയുടെ ശല്യവും നമുക്കുണ്ടായിരിക്കും. കീടനിയന്ത്രണം നമ്മൾ കൂടെ നോക്കുമ്പോൾ ഇലയുടെ നിറമുള്ള ഇലത്തീനി പുഴുക്കൾ, കായ്ച്ചകൾ എന്നിവയാണ് കോവലിനെ ആക്രമിക്കുന്ന കീടങ്ങൾ. പുഴുക്കളെ പെറുക്കിയെടുത്ത് നശിപ്പിക്കാം. കായ്ച്ചകളെ നശിപ്പിക്കാൻ ജൈവ കീടനാശിനി നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം. അധികം മുറ്റാത്ത കോവലിൻ്റെ ഇലയും നമുക്കെടുത്ത് തോരൻ വെക്കുകയും ചെയ്യാം. മറ്റും ഡാലിൻ്റെ കൂടെ കറി വെച്ച് കഴിക്കാനും ഏറ്റവും നല്ലതാണ്. ഇതോടുകൂടി ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു. ഇത്രയും സമയം ക്ഷമയുടെ കേട്ടിരുന്ന് വളരെ നന്ദി. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്കും ഒപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.